ഈ സാൽന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നത് പൊറോട്ട ആയിരിക്കും. പക്ഷേ ഈ സാൽന എന്ന് പറഞ്ഞ സാധനം പൊറോട്ടയ്ക്ക് മാത്രമല്ല, ഇഡ്ഡലി, ദോശ, ഇടിയപ്പം എല്ലാത്തിനും കൂടുതലും അടിപൊളിയാണ്. ഇന്ന് എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സാൽനയാണ് നമ്മളുടെ റെസിപ്പി. ഒരു മിക്സ്ഡ് ജാറിനകത്ത് തേങ്ങ, പുതിന ഇല, ചെറുള്ളി, സോക്ക് ചെയ്ത് വെച്ച കശുവണ്ടിയും പോപ്പി സീഡ്സ്, പെരിഞ്ജീരകം, കുരുമുളക്, പട്ട ഇതൊക്കെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഒരു പാനിനകത്ത് നല്ലോണം ചൂടായതിനു ശേഷം ഹോൾ ഗരം മസാല, പെരിഞ്ജീരകം, സ്ലൈസ് ചെയ്ത് വെച്ച സവോള, പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് 2 കിരിയ പച്ചമുളക് ഇടാം. സവോള ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിൻ്റെ പച്ച സ്മെൽ പോയതിനു ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കതിനകത്ത് സോൾട്ട്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ശകലം ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവർ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയും പുതിനയും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചിക്കൻ കറിക്ക് തിരുമ്പി വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് ഒരു 1 മിനിറ്റ് സോട്ടേ ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇടാം. അതിൻ്റെ കൂടെ 1.5 കപ്പ് വെള്ളം വേണം. അപ്പം നമുക്ക് കുറച്ചും കൂടി തിന്നായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം സോൾട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യപ്പെട്ട സോൾട്ട് ഇടാം. അടച്ച് വെച്ച് ഒരു 10 to 12 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് വിടാം, ഇല്ലെങ്കിൽ ചില സമയത്ത് അടി പിടിക്കും. 12 മിനിറ്റ് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി സാൽന റെഡി. ഫിനിഷ് ചെയ്യാൻ വേണ്ടി മല്ലിയില. And always remember this, everybody can cook and everybody has to cook.